ബസ് സ്റ്റാൻഡ് കെട്ടിടം കാട് കയറി ശോചനീയാവസ്ഥയിൽ. മലിനജലം കെട്ടിക്കിടന്നും കാടും കുറ്റിച്ചെടികളും പടർന്നു കയറിയും ശോചനീയമായ അവസ്ഥയിലാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് കെട്ടിടം. മോടി പിടിപ്പിക്കൽ പ്രവൃത്തി നടത്തിയിട്ട് ഏതാനും മാസങ്ങളായിട്ടും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മാറിയിട്ടില്ല. കെട്ടിടത്തിന്റെ 1-ാം നിലയിലേക്കുള്ള പടവുകൾ അധികവും മഴവെള്ളം കയറി വൃത്തിഹീനമാണ്. പൊതു ശൗചാലയത്തിന്റെ ദുർഗന്ധവും സഹിച്ചു വേണം മുകളിലേക്ക് കയറാൻ. ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന 2-ാം നിലയിൽ നേരം ഇരുട്ടിയാൽ പിന്നെ മദ്യപരുടെയും സമൂഹ വിരുദ്ധരുടെയും താവളമാണ്. കയറുന്ന വഴി മദ്യക്കുപ്പികളും വെള്ളക്കുപ്പികളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മലിനജലവും കെട്ടിക്കിടക്കുന്നു. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് ഒരാൾ പൊക്കത്തിൽ കാട് മൂടി കിടക്കുന്നതിനാൽ മദ്യപർക്ക് ഇത് ഏറെ സൗകര്യമൊരുക്കുന്നു. മഴ പെയ്താൽ ടെറസിൽ വെള്ളം കെട്ടിക്കിടന്നും ലൈബ്രറിയിലേക്കും കോണിപ്പടിയിലൂടെ താഴേക്കും ഒഴുകാറുണ്ട്. താഴെയുള്ള മീറ്റർ ബോർഡിലേക്കും വെള്ളം ഒഴുകി ഷോർട്ട് സർക്യൂട്ടായി ഷോക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. മെയിൻ സ്വിച്ചുകൾ പലതും തുറന്നു കിടക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിരവധി യാത്രക്കാർ നിത്യേന എത്തിച്ചിരുന്ന പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന്റെ ഇത്തരം ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനായ പ്രസൂൺ കല്ലോട് ട്രൂവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗത്താണ്. മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ കാട് പിടിച്ച് കിടക്കുകയും അതോടൊപ്പം താഴെക്കടയുള്ള ഹോട്ടലുകൾക്കുള്ള ടാങ്കുകളെല്ലാം കാണാം വൃത്തിഹീനമായി കിടക്കുകയാണ്. വെള്ളങ്ങൾ ഇവിടെ ശൗചാലയത്തിൻ്റെ മുകളിൽ കെട്ടിക്കിടക്കുകയും അതോടൊപ്പം മഴവെള്ളം വീണിട്ട് നമ്മളെ മീറ്റർ ബോർഡുകളെല്ലാം അപകടാവസ്ഥയിലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോ അനാശാസ പ്രവർത്തനം ഇവിടെ നടക്കുന്നതായി പരാതിയുണ്ട്. അടുത്തുള്ള കടക്കാരെല്ലാം പറയുകയുണ്ടായിട്ടുണ്ട്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുക.